പെട്രോളിംഗിനിടെ നടക്കാവ് പോലീസിനെ ആക്രമിച്ച കേസിലെ പ്രതികൾ പിടിയിൽ. എലത്തൂർ സ്വദേശികളായ അബ്ദുൾ മുനീർ, അൻസാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇന്ന് പുലർച്ചെയായിരുന്നു ആക്രമണം. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, 2 പേരാണോ ആക്രമിച്ചത്? ഈ ആക്രമണം എന്തിനായിരുന്നു? ഇനി മറ്റ് നടപടികൾ എങ്ങനെയാണ്? 2 മണിക്ക് സരോവരം റോഡിലായിരുന്നു ഈ സംഭവം നടക്കുന്നത്. നൈറ്റ് പെട്രോളിംഗിന്റെ ഭാഗമായി വാഹനങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. നടക്കാവിലെ ASI ഉൾപ്പെടെയുള്ള പോലീസുകാർക്കാണ് ഈ അക്രമത്തിൽ പരിക്കേറ്റത്. ഈ കാറിന്റെ താക്കോൽ ഊരിയ ശേഷം പോലീസിന് നേരെ അക്രമം നടത്തുകയായിരുന്നു. ASIയുടെ ചെവിയുടെ പുറകിൽ ഉൾപ്പെടെ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് നടത്തിയ പരിശോധനയ്ക്കുള്ളിൽ അല്പസമയം മുമ്പാണ് ഈ പ്രതികളെ പിടികൂടിയിട്ടുള്ളത്. എലത്തൂർ സ്വദേശികളായ അബ്ദുൾ മുനീർ, അൻസാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇരുവരും വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. അല്പസമയത്തിനുള്ളിൽ ഇവരുടെ മെഡിക്കൽ പരിശോധനകൾ ഉൾപ്പെടെ പൂർത്തിയാക്കും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നടക്കാവ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അനുജ, എന്താണ് ഇവർക്ക് ഈ ആക്രമണത്തിനുള്ള പ്രകോപനം? എന്താണ് രാഹുൽ? അനുജ, പോലീസ് പറയുന്നതനുസരിച്ച് ഈ വാഹനങ്ങൾ പരിശോധിക്കുന്നതിനിടയിലുണ്ടായ പ്രകോപനമാണ് അക്രമത്തിൽ കലാശിച്ചതെന്നാണ് പറയുന്നത്. ഈ നൈറ്റ് പെട്രോളിംഗ് സ്വാഭാവികമായി നടക്കുന്ന നടപടികളാണ്. കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ വലിയ രീതിയിൽ ലഹരി മാഫിയയുടെ ഒരു ആക്രമണം കോഴിക്കോട് നഗരത്തിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നൈറ്റ് പെട്രോളിംഗ് എല്ലാ പോലീസ് സ്റ്റേഷനിലും കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ 2 മണിയോടുകൂടി സരോവരം റോഡിൽ ഈ പോലീസ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. അതിൽ പ്രകോപിതരായ 2 യുവാക്കളാണ് ആക്രമണം നടത്തിയത്. ASI ഉൾപ്പെടെ 3 പോലീസുകാരുണ്ടായിരുന്നത്. ASIയുടെ ചെവിയുടെ പുറകിലാണ് പരിക്കേറ്റത്. ASI നിലവിൽ ചികിത്സ തേടിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് നടക്കാവ് പോലീസ് എലത്തൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. വാഹന പരിശോധനയ്ക്കിടെ പോലീസിനെ ആക്രമിച്ച കേസിലെ പ്രതികളെയാണ് പോലീസ് പിടികൂടിയത്. കോഴിക്കോട് നടക്കാവ് പോലീസിനെയാണ് ഇന്ന് പുലർച്ചെ പെട്രോളിംഗിനിടെ ആക്രമിച്ചത്.